ബീഹാറിൽ രണ്ടാം തവണയും അധികാരത്തിലേറിയ നിതീഷ് കുമാറിന്റെ ഒരു കഥയാണ്. സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിനിടെ ഒരു ഡോക്ടർ നിഖാബിൽ പിടിച്ചു വലിച്ച് മുഖം നോക്കട്ടെ, എവിടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉണ്ടാക്കിയ പുകിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ ഒരു പ്രതികരണം ഡോക്ടറും പ്രതീക്ഷിക്കുന്നില്ല. പ്രതികരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ നിതീഷ് കുമാർ ആ നിഖാബിൽ പിടിച്ചു വലിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖം കാണാനാണത്രേ നിഖാബിൽ പിടിച്ചു വലിച്ചത്. അത് ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വകയെങ്കിൽ ഇതായത് തിരുവനന്തപുരത്ത് സംഘപരിവാർ വക അടുത്തൊരു പ്രയോഗം. തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ ജീവനക്കാർ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് കരോളിൽ RSS ഗാനമായ ഗണഗീതം ആലപിക്കാൻ അനുവദിക്കണമെന്ന വിചിത്ര ആവശ്യമാണ് ഇപ്പോൾ BMS ഉന്നയിക്കുന്നത്. BMSന്റെ തപാൽ വകുപ്പ് ജീവനക്കാരുടെ കൂട്ടായ്മയായ ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയനാണ് ഈ ആവശ്യവുമായി മേലുദ്യോഗസ്ഥർക്ക് രേഖാമൂലം കത്ത് നൽകി. ഗണഗീതം ദേശഭക്തി ഗാനമാണെന്നും ക്രിസ്തുമസ് കരോൾ വേളയിൽ ഇത് ആലപിക്കുന്നത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസമാണ് തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ ജീവനക്കാർ ക്രിസ്തുമസ് കരോൾ കൂട്ടായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഇടത് സംഘടനകളാണ് ഈ കരോൾ സംഘടിപ്പിക്കുന്നതെന്നും അതിൽ പങ്കെടുക്കാൻ തങ്ങൾക്ക് അവസരം ലഭിക്കാത്തതിനാലാണ് തങ്ങൾക്ക് കരോൾ സംഘടിപ്പിച്ച് അതിൽ ഗണഗീതം അവതരിപ്പിക്കാൻ അനുമതി തേടിയതെന്നുമാണ് BMSന്റെ വിശദീകരണം. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ചത് വിവാദമായിരുന്നു. RSS ഗാനമാണെന്ന് മനസ്സിലാകാതെയാണ് വിദ്യാർത്ഥികൾ അത് ആലപിച്ചത്. വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു ആരോപണം. പക്ഷെ ഇവിടെ നിതീഷ് കുമാർ ഒരു വഴിക്ക്, നരേന്ദ്രമോദി ഒരു വഴിക്ക്, BMS മറ്റൊരു വഴിക്ക്. ഇവരെല്ലാം ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലമുണ്ട്. ഹിന്ദു വർഗീയത, RSS ഗണഗീതം. ദേശഭക്തി ഗാനമാണ് ഗണഗീതമെന്നാണ് BMSും ഇപ്പോൾ പറയുന്നത്. അത് പക്ഷേ ക്രിസ്തുമസ് കരോളിന് തന്നെ ഗണഗീതം പാടണമെന്ന് എന്താണ് നിർബന്ധം? ഒരുപക്ഷെ യോഗി ആദിത്യനാഥിന്റെ UPയിൽ പോലും ഇത്തരമൊരാവശ്യം ബജ്രംഗ് ദളോ BJPയോ സംഘപരിവാറോ ഇതേവരെ ഉന്നയിച്ചു കാണില്ല. എന്നാൽ തിരുവനന്തപുരത്തെ കടുത്ത സംഖ്യകൾ ഇത്തരമൊരാവശ്യം ഉന്നയിച്ചതോടെ ക്രിസ്തുമസ് കരോൾ ദിനത്തിൽ ഗണഗീതം പാടണം കരോളിനിടയ്ക്ക്. അതുമാത്രം പോരാ, അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം. അതുമാത്രം പോരാ, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണം. അതുമാത്രം പോരാ, അത് വൈറലാക്കണം, വലിയൊരു വാർത്തയാക്കണം, രാജ്യമൊട്ടാകെ അറിയിക്കണം. ഇതാണ് തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ടുള്ള BMSകാരുടെ RSS പോഷക സംഘടനയായ BJPയുടെ പോഷക സംഘടനയായ BMS തൊഴിലാളി സംഘടനയുടെ ആവശ്യം. നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലെ BJP ഗോസായിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഉന്നയിക്കാത്തൊരാവശ്യം. കരോൾ വേണ്ടെന്ന് പറഞ്ഞോളൂ, കരോൾ ഞങ്ങൾ ആലപിക്കില്ലെന്ന് പറഞ്ഞോളൂ, കരോൾ സംഘടിപ്പിക്കില്ലെന്ന് പറഞ്ഞോളൂ, പക്ഷേ കരോൾ വേണം, ക്രിസ്തുമസ് കരോൾ വേണം. അതിനിടയ്ക്ക് യേശുക്രിസ്തുവിന്റെ ഗാനങ്ങളല്ല, കരോളിൽ യേശുക്രിസ്തുവിനെ അനുസ്മരിക്കുന്ന ഗാനങ്ങളല്ല, മറിച്ച് തങ്ങൾക്ക് കരോളും അതിൻ്റെ പിന്നാമ്പുറത്ത് പിന്നണിയിലെ ഗാനമായി ഗണഗീതവും വേണമെന്നാണ് ഇപ്പോൾ BMS വരെ ആവശ്യപ്പെടുന്നത്. നമ്മുടെ നാടിൻ്റെ പോക്ക് തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും വല്ലാത്തൊരു പോക്കാണ്.